അമ്മ ഞാൻ കല്യാണം കഴിച്ചമ്മ. ഈ ഒരു വീഡിയോയ്ക്ക് ഇങ്ങനൊരു വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുമെന്ന് സത്യം പറഞ്ഞ വീഡിയോ എടുത്തപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നല്ല. നമ്മൾ വിചാരിക്കുന്ന അല്ലല്ലോ പിന്നീട് സംഭവിക്കുന്നത്. സോ ഗൈസ്, ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാതെ പോകാനായിട്ട് പറ്റില്ല. സോ ഇന്ന് സ്റ്റോറി ടൈമാണ്. സ്റ്റോറി ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത്? സോ ഒരു നോർമൽ ഗെറ്റ് റെഡി വിത്ത് മീ പോലൊരു മേക്കപ്പ് വീഡിയോ ആയിരുന്നു പ്ലാനിൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ് വീഡിയോ, അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്സും റീൽസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും എൻ്റെ വെഡ്ഡിങ് സാരി. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു സാരി ആയിരുന്നേ. അപ്പോൾ ആ റീൽ അത്യാവശ്യം റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കി കുറേ പേര് സെയിം സാരി വേണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാരി ആയിരുന്നേ. ഈ വീഡിയോയിൽ ഞാൻ വെയർ ചെയ്യുന്നതും ആ സാരി തന്നെയാണ്. അപ്പോൾ നീന് വീട്ടിലിരുന്നപ്പോൾ അമ്മ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന 2 വീലറിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഡ്രൈ ക്ലീൻ ചെയ്ത് തിരിച്ച് മേടിച്ചുകൊണ്ട് വരുന്ന വഴി ജസ്റ്റ് കവറൊന്നും ഇല്ലായിരുന്നു, ഒരു ന്യൂസ് പേപ്പറിൽ വെച്ച് റാപ്പ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സാരി റോഡിൽ എവിടെയോ വീഴുന്നു പോയി. വീട്ടിലെത്തി നോക്കിയപ്പോഴത്തേക്കും ഈ സാരി മിസ്സിങ് ആണ്. സാരി മാത്രമല്ല, കൂടെ ബ്ലൗസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വന്ന വഴി പോയ വഴി ഒക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും സംഭവം കിട്ടിയില്ല. ശരിക്കും സാരി പോയതിനെ കാട്ടി ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ അമ്മയുടെ മുഖത്തോലും നോക്കാൻ പറ്റില്ല. അങ്ങനെ അമ്മയുടെ വിഷമം കാണാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ പറ്റാണ്ടിരുന്നത്. പിന്നെ ബൈ ദ വേ എന്നെ മേക്കപ്പ് ചെയ്യുന്നത് ചേച്ചിയാണ്, ഗോപിക സുരേഷ് ബ്രൈഡൽ മേക്ക് ഓവർ. എന്നിടയ്ക്ക് ചെറിയ പ്രൊമോഷൻ കൊടുത്തതല്ല. അങ്ങനെ ഇനി ആരുടെ കയ്യിലെങ്കിലും കിട്ടിയാൽ തന്നെ ആ സാരിയിൽ പ്രത്യേകിച്ച് അഡ്രസ്സും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ അവരെവിടെയാണെന്ന് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വഴി നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു 1 വീക്കോളം വെയിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ റെസിഡൻസിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ക്യാമറ നോക്കുന്നുണ്ടായിരുന്നു. സോ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ എന്താണ്, ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് ഷോർട്സിൽ പോസ്റ്റ് ചെയ്യാം. കാര്യം ഷോർട്സിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് കാണാം. ബൈ ബൈ.